അങ്ങനെ കുറേ നാളായില്ലേ നാടൻ ഫുഡ് തന്നെ കഴിച്ച് അങ്ങ് ബോറടിച്ച്. നമുക്ക് വീട്ടിലും നാടനാണ്, നമ്മൾ പുറത്ത് പോയാലും കൂടുതലും കഴിക്കുന്നത് നാടൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് വിചാരിച്ച് നമുക്ക് ഒരു അറബിക് അങ്ങ് ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ അൽനാദയിൽ തന്നെ ഒരു ഷാത്തർ എന്നും പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്, ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഇവർക്കുണ്ട്. അങ്ങനെ അവിടെ ചെന്നു. അവിടെ നിന്ന് നമ്മൾ മിക്സ് ഗ്രില്ലാണ് ഓർഡർ ചെയ്തത്. ഒരു മീഡിയം അതാണ് ഓർഡർ ചെയ്തത്, മിക്സ് ഗ്രില്ല് മീഡിയം. അപ്പോൾ ഏതാണ്ട് 68 ആണ് ഇതിൻ്റെ ചാർജ്. അപ്പോൾ മിക്സ് ഗ്രില്ലാണ് ഈ വന്നേക്കുന്നത്. അതിൻ്റെ അകത്ത് പല ടൈപ്പ്, അതായത് ചിക്കൻ ടിക്ക, പിന്നെ എന്താ പറയുക കബാബ്, പിന്നെ ചിക്കൻ ഗ്രില്ല്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഈ പീത്ത അല്ല എന്നാ ഇവരുടെ ഒരു ഈ ബ്രെഡ് കണക്ക് ഈ അട പോലെ ഇരിക്കുന്ന ഒരു സാധനം, അത് ലാസ്റ്റ് എനിക്ക് അതിൻ്റെ അടിയിൽ നിന്നാണ് തപ്പിയെടുത്തത്. അതുകൊണ്ട് ഇതിൻ്റെ അത് കാണിക്കാൻ ഒത്തിട്ടില്ല. അപ്പോൾ അത് പിന്നെ ആദ്യം നമ്മുടെ ഹമ്മൂസും ഗാർലിക് പേസ്റ്റും സാലഡ്സും സൂപ്പും ഒക്കെ വന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ നല്ല ആസ്വദിച്ച് കഴിക്കുകയാണേ. ശരിക്കും പറഞ്ഞാൽ ഈ തണുപ്പത്ത് ഇപ്പോൾ ഏകദേശം ഒത്തിരി തണുപ്പൊന്നും ഇല്ലെങ്കിലും തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തണുപ്പിന് കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. ആദ്യം കാണിച്ചത് ചിക്കൻ വിങ്സാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ബീഫാണ്, ചിക്കൻ മാത്രമല്ല കേട്ടോ, ബീഫിൻ്റെയും ഈ കബാബ്സും ടിക്കായും ഒക്കെ ഉണ്ട്. എല്ലാം നല്ല രുചിയാണ് കേട്ടോ, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് മട്ടനാണ് കേട്ടോ, ആ കാണിച്ച മട്ടൻ്റെ ഏതോ ഒരു ഭാഗമാണ്. അതൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ചില സ്ഥലത്ത് നിന്ന് നമ്മൾ ഈ മട്ടനൊക്കെ കഴിക്കുമ്പോൾ ഈ കബാബ് ചിക്കനിലും ഉണ്ട് ബീഫിലും ഉണ്ട്. ഈ മട്ടൻ ചില സ്ഥലത്ത് നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഈ മട്ടൻ്റെ ചുവ വരും. പക്ഷേ ഇതുണ്ടല്ലോ ഒരു ഇതും ഇല്ലായിരുന്നു. അപ്പം എനിക്ക് ഇത് നമ്മളവിടെ ചെന്ന് ഇരുന്ന് ആദ്യം കാണിച്ചത് ഗ്രില്ല് വന്ന് നമ്മൾ കഴിച്ച നമ്മുടെ മെയിൻ ഗോൾസ് ആദ്യം വന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെന്നിരുന്ന് നമ്മൾ എല്ലാം നോക്കുക, മെനു ഒക്കെ ഏത് വേണം എന്നൊക്കെ നോക്കുക. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഗ്രില്ല് കഴിക്കാൻ പോയത് കൊണ്ടാണ് വേറെ ഒന്നും ട്രൈ ചെയ്യാഞ്ഞത്. അല്ലാതെ അവിടെ ഒരുപാട് മട്ടൺ റാൻ അങ്ങനെയൊക്കെ റൈസ് ചേർന്നുള്ള ഐറ്റംസും ഒക്കെ ഉണ്ട്. ഇത് ആദ്യം വന്ന സ്റ്റാർട്ടറിൻ്റെ അകത്തുള്ളതാണ് മട്ടൺ സൂപ്പാണ് കേട്ടോ. നല്ല ചൂട് സൂപ്പ്, തണുപ്പത്ത് നിന്ന് തൊണ്ടയിൽ കിച്ചൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പം നമുക്ക് നല്ലതായിട്ട് ആസ്വദിച്ച് കുടിക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. അതിൻ്റെ എല്ലാ സൂപ്പിൻ്റെ അകത്തും സാധാരണ എന്താ പറയുന്നത് ഒരു സൂപ്പ് ചിലപ്പോൾ ഒരു കഷ്ണം കിട്ടിയാലായി. പക്ഷേ ഇത് എല്ലാവരുടെയും സൂപ്പിൻ്റെ അകത്ത് നല്ല കഷ്ണം ഉണ്ടായിരുന്നു. അത് നല്ല വെന്തുടഞ്ഞ പീസാണ്, എല്ലൊക്കെ നല്ലതായിട്ട് നമുക്ക് ചവയ്ക്കാൻ പറ്റുമായിരുന്നു. അത്രയും അങ്ങ് നല്ല സൂപ്പർ സൂപ്പായിരുന്നു. പിന്നെ നമുക്ക് വന്ന ഈ സാലഡ്, സാധാരണ ഒരാൾ എന്നാലും 10 പേര് എന്നാലും എല്ലായിടത്തും നമുക്ക് ഒരു പ്ലേറ്റ് സാലഡേ തരത്തുള്ളൂ. ചിലപ്പോൾ തരും, ഇല്ലെന്നല്ല, ചിലപ്പോൾ തരും. പക്ഷേ മിക്കപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഇത് നിറച്ചും സാലഡ്, അതും ഒരു അവിയലിനുള്ള കഷ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. കുക്കുംബറും ക്യാരറ്റും ബീട്രൂട്ടും ജർജറും ലെമണും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഹൈലൈറ്റ് ആ ബീട്രൂട്ടാണ് കേട്ടോ. ആദ്യം ഞാൻ ഈ ബീട്രൂട്ട് കണ്ടപ്പോൾ വിചാരിച്ചു ഈ ബീട്രൂട്ട് പച്ചയ്ക്ക് എങ്ങനെ കഴിക്കുമെന്നേ. പിന്നെ അങ്ങോട്ട് മനസ്സിലായി നല്ല ടേസ്റ്റ് ആയിരുന്നു അതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് അൽനാദയിലാണ്, ഷാർജ അൽനാദ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.